ഇന്ന് ഞാൻ സ്ട്രോബെറി വെച്ചിട്ട് ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ട്രോബെറി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്, പക്ഷേ എന്നാലും നമ്മുടെ സ്വന്തം കൈകൊണ്ട് പൊടിക്കൈകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സമാധാനമല്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഈ സ്ട്രോബെറി ഒരു അരമണിക്കൂറേക്ക് മാറ്റി വയ്ക്കും. ഒത്തിരി ഒന്നും ഇടേണ്ട ആവശ്യമില്ല, എങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും സ്ട്രോബെറിയുടെ ടേസ്റ്റൊക്കെ ഇനി മാറുമോ, ഉപ്പ് രസമാവോ എന്നൊക്കെ. പക്ഷെ അതൊന്നും വേണ്ട, കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി നമ്മുടെ സമാധാനത്തിന്. ഓക്കെ, അങ്ങനെ ഞാനിത് മാറ്റി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇതിനെല്ലാം ഈ ചെറുതായിട്ട് ഇങ്ങനെ അരിയും. ഒത്തിരി അങ്ങ് മാഷ് ചെയ്യാൻ പാടില്ല, ആ ഒരു കടിക്കാനുള്ള രീതിയിൽ ആ ഒരു പീസ് കിട്ടണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയോ സ്ട്രോബെറി ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന്? ഞാൻ ഈ സ്ട്രോബെറിയുടെ ബെനിഫിറ്റ്സ് ഇപ്പോൾ വായിച്ചപ്പോഴാണ് അറിഞ്ഞത്. അതൊക്കെ പോട്ടെ, നമ്മളെല്ലാം അരിഞ്ഞ് അതിനെ ഒരു ബൗളിലേക്ക് ആക്കി. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഗ്രീക്ക് യോഗോട്ടാണ്. ഞാനൊരു 150 ഗ്രാം ഗ്രീക്ക് യോഗോട്ടാണ് എടുത്തേക്കുന്നത്. നോർമൽ യോഗോട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രീക്ക് യോഗോട്ടിന് എന്താ പ്രത്യേകത എന്നല്ലേ? ഗ്രീക്ക് യോഗോട്ടിലെ പ്രോട്ടീൻ സോഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സൊക്കെ ഇത് ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഞാൻ ആ ഗ്രീക്ക് യോഗോട്ടും ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രോബെറിയിലേക്ക് ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാനൊക്കെ തോന്നും, പക്ഷെ വേണ്ട, കൺട്രോൾ ചെയ്യ്. നമുക്ക് ലാസ്റ്റ് വരെ ഇത് അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഹണി ഒഴിക്കുക. എൻ്റെ ഈ ഹണി എന്താ എങ്ങനെ ഇരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അതെന്താണെന്നറിയോ, ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് ആ ഒരു ടെക്സ്ചർ. ഇനി പോട്ടെ, ഇനി ഒരു ബേക്കിംഗ് പാൻ. എനിക്കിവിടെ ബേക്കിംഗ് പാൻ ഒന്നുമില്ല, ഞാൻ അതിനൊരു കുത്തി കട്ടിംഗ് ബോർഡ് എടുത്തു. ഒരു ബേക്കിംഗ് ഷീറ്റും കൂടെ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഇങ്ങനെ കൂടെ ഒഴിക്കുക. ഞാൻ ഇവിടെ ലവ് ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കിയത് നിങ്ങൾ കണ്ടു കാണല്ലോ, പക്ഷെ വലുതായിട്ട് സെറ്റ് ആയില്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇനി ഇത് സെറ്റാക്കി വെച്ചേക്കുന്നത് നമ്മൾ ഫ്രീസ് ചെയ്യണം. ഒരു 2, 3, 4 മണിക്കൂറോ എത്രത്തോളം വെക്കാൻ പറ്റുന്നോ അത്രത്തോളം വെക്കുക. പക്ഷെ ഒത്തിരി അങ്ങ് കട്ടിയാവരുതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് ഇതാ എടുക്കുമ്പോൾ ഈ കുഞ്ഞിപ്പിള്ളൊരു ഡ്രസ്സൊക്കെ നോക്കുന്നൊരു ഫീലില്ലേ? കാണാൻ മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റ് അടിപൊളിയാണ്. ഞാനിത് കുറച്ചുകൂടെ സ്പെഷ്യലാക്കാൻ എൻ്റെ മേളിൽ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് കൂടെ ഒഴിച്ചു. പക്ഷേ വിചാരിച്ച അത്ര ലുക്ക് വന്നില്ല, പക്ഷെ ടേസ്റ്റിന് ഒരു വിട്ടുവീഴ്ചയില്ല. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ? ഇഷ്ടമെങ്കിലും ലൈക്ക് ചെയ്യുക.